ഇറാന്റെ ആണവ പദ്ധതികൾ ഇസ്രായേലിനെ പോലെ തന്നെ US-നും വലിയ ആഘാതം ഉണ്ടാക്കുന്ന കാര്യം, പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇറാന്റെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇത് എവിടെയൊക്കെ പ്രയോഗിക്കും എന്നുള്ളത് ഇവർക്കറിയില്ല. അതുകൊണ്ടാണ് ഇസ്രായേലും US-ഉം ചേർന്നുകൊണ്ട് തന്നെ ഇവരുടെ ആണവ പ്ലാന്റുകളെല്ലാം തകർക്കാനുള്ള നീക്കം നടത്തിയതും. US പോയി ഇസ്രായേലിന്റെ പിന്നാലെ തന്നെ US-ഉം പോയിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇട്ട് അത് തകർക്കുകയൊക്കെ ചെയ്തത്. എങ്കിൽ പോലും അവർ യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാറ്റുകയും ചെയ്തു. ട്രംപ് പറഞ്ഞത് ഇന്നേക്ക് 20-ാം ദിവസം ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അത് സർവനാശം എന്ന് പറഞ്ഞു. അപ്പോ അവിടെ ഇരുന്ന് ഖമനേയി പറഞ്ഞു, ശരിയണ്ണ, സമ്മതിച്ചത് തന്നെ, ഇവർ ഇവിടെ നിന്ന് യുറേനിയം കടത്തി. അതിനുശേഷമാണ് അവിടെ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത്. ഞാനിത് പറഞ്ഞത്, ഇപ്പോ ഇറാനിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ഇറാൻ പറയുകയാണ്, സാക്ഷാൽ ട്രംപിനോട് തന്നെ പറയുകയാണ്, മര്യാദയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആണവ ഊർജവുമായി ബന്ധപ്പെട്ടുള്ള ഇത് സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷെ അത് മര്യാദയുടെ ഭാഷയിലായിരിക്കണം. ഇല്ലെങ്കിൽ കടൽ കിഴവ, നിങ്ങളുടെ കാര്യമൊക്കെ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളിത് വളരെ നോർമലൈസ് ചെയ്ത് പറയുമ്പോഴും ഇത് ജിയോ പൊളിറ്റിക്സിനെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. നമ്മൾ പറയുമ്പോൾ ഇറാൻ പറഞ്ഞല്ലോ സംസാരിക്കാൻ തയ്യാറാണെന്ന്. അപ്പോ അമേരിക്ക തയ്യാറാവാത്തത് കൊണ്ടല്ലേ. പക്ഷെ ഇതിനിടയിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താ? മാറിയ ജിയോ പൊളിറ്റിക്സിലുള്ള മാറിയ സാഹചര്യം തന്നെയാണ്. അമേരിക്കയുടെ മുമ്പുണ്ടായിരുന്ന താല്പര്യങ്ങൾ ഈ പ്രദേശത്ത് മാറിയിരിക്കുന്നു. അത് ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ സാഹചര്യങ്ങൾ പഴയ പോലെ പോയാൽ പറ്റില്ല എന്ന് കൃത്യമായി നല്ലവണ്ണം അമേരിക്കക്ക് അറിയാം. മാത്രമല്ല, ഇറാന്റെ പുറകിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പരിശോധിച്ച് നോക്കൂ. ഇറാന്റെ പുറകിൽ റഷ്യയുണ്ട്, ഇറാന്റെ പുറകിൽ ചൈനയുണ്ട്, വേറെ പല ശക്തികളുമുണ്ട്. ആ ശക്തികളുമായി ചേർന്നിട്ടുള്ള പല ശക്തികളുമുണ്ട്. ആ ശക്തികളൊക്കെ ഒരുമിച്ച് അങ്ങനെ ചേരാനുള്ള സാഹചര്യങ്ങൾ കഠിനമായി സൃഷ്ടിച്ചു കൊടുത്താൽ ആർക്കാണ് അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുക? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.